ആ സ്റ്റേഷനിൽ പോലീസേ ഉള്ളൂ. എസ് ഐ അല്ലേ സ്റ്റേഷനില്? ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോടാണല്ലോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നത്. നിങ്ങളാണോ അങ്ങോട്ട് കൂലി കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത്? ഇവിടെ സംഭവം എന്താ? ഞങ്ങൾക്കാർക്കും ഇവിടെ മനസ്സമാനത്തോടെ ജീവിക്കണ്ടേ? കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീട്ടിലെ ഓടളക്കി കള്ളനകത്ത് കിടക്കാൻ ശ്രമിച്ചു. ഇവിടെ ഈ നാട്ടുകാരൊക്കെ കൂടെ ഓടിച്ചു വിട്ടു. കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി ആയിപ്പോയി. ദേ, ഇന്നലെ രാത്രി ഈ കുട്ടിയുടെ കഴിച്ചു കിടന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ പിന്നെ വന്നിരിക്കുന്നു. ആ കള്ളൻ തന്നെയാണ് പിന്നെയും വന്നതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അത് ഞാൻ ഊഹിച്ചതാ. വേണ്ട, ഊഹിക്കാനിവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി? ചിലരൊക്കെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു തണുപ്പ നയമാണ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിലേ എനിക്ക് ഹോം മിനിസ്റ്റർ വിളിച്ച് പറയേണ്ടി വരും. അതുകൊട്ടെ, ഏത് വീട്ടിലാ സംഭവം നടന്നത്? ഞങ്ങളുടെ വീട്ടിലാ. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇല്ല, ഇവിടെ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അങ്ങൊരാണല്ലേ? അതിപ്പോ ഈ സ്ത്രീകൾ എന്താ എങ്ങനെ പെരുമാറണേ? മാറിക്കൂ, ഇവിടെ എന്നാ മതി. ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാം. കടക്കൂ പുറത്ത്. അധികാരത്തിന്റെ ലാത്തി കാണിച്ചെന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം അഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. സംഭവം നടന്നത് എത്ര മണിക്കാണ്? ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽ